السلام عليكم ورحمة الله. സ്റ്റാർട്ട് ചെയ്യല്ലേ? بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي علم القرآن خلق الإنسان علمه البيان. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الحمد لله. നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പഠിച്ചു തുടങ്ങി. അതിൽ സവിശേഷമായി നമ്മുടെ റബ്ബിനെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ അള്ളാഹു തന്നെ ഖുർആനിൽ അവനെ കുറിച്ച് നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. നമുക്ക് റബ്ബിനെ അറിയാനുള്ള ഏറ്റവും വലിയ മാർഗം അള്ളാഹു തന്നെ അവനെ കുറിച്ച് ഖുർആനിൽ പല ഇടങ്ങളിൽ പറയുന്നുണ്ട്. അതിൽ ഒരൊറ്റ പ്രയോഗം മാത്രം പറഞ്ഞാൽ സൂറത്തുൽ ലുഖ്മാനിലെ 27-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വലൗ അന്നമാ ഫിൽ അർളി മിൻ ശജറത്തിൻ അഖ്ലാമുൻ വൽ ബഹ്റു യമുദ്ദുഹു മിൻ ബഅദിഹി സബ്അതു അബ്ഹുരിൻ മാ നഫിദത് കലിമാത്തുല്ലാഹ്. അല്ലേ, ഭൂമിയിലെ മരങ്ങളൊക്കെ പേനകളാവുകയും സമുദ്രം മഷിയായി തീരുകയും 7 സമുദ്രങ്ങൾ വീണ്ടും മഷിയായി നിങ്ങൾക്ക് കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ മാ നഫിദത് കലിമാത്തുല്ലാഹ്, എന്നാലും അള്ളാഹുവിന്റെ വചനങ്ങൾ എഴുതി തീരൂല. ഇന്നല്ലാഹു അസീസുൻ ഹക്കീം, അള്ളാഹു അസീസാണ്, അള്ളാഹു ഹക്കീമാണ്. ഇതാണ് ഖുർആനിലെ വ്യത്യസ്ത പ്രയോഗങ്ങൾ. സൂറത്തുൽ കഹ്ഫിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാവുക. ഇതിന്റെ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ ഈ സൂറയിൽ പഠിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നന്നായി പഠിക്കാൻ, മനസ്സിലാക്കാൻ, സവിശേഷമായി നമ്മുടെ റബ്ബിനെ കുറിച്ച് അറിയാൻ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി ആയത്തിലേക്ക് പോകാം. ഫസ്റ്റ് ഒന്ന് ഓതിയിട്ട് തുടങ്ങാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇനി ഒന്ന് റിപ്പീറ്റ് ചെയ്യണേ, ഒരായത്തിന് ശേഷം. കഴിയുന്ന ആളുകൾക്ക് അൺമ്യൂട്ട് ചെയ്യാം. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله رب العالمين. الرحمن الرحيم. الرحمن الرحيم. مالك يوم الدين. مالك
مالك يوم الدين إياك نعبد وإياك نستعين إياك نعبد وإياك نستعين اهدنا الصراط المستقيم اهدنا الصراط المستقيم صراط الذين أنعمت عليهم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين غير المغضوب عليهم آمين. ആമീൻ. ഓക്കെ, അൽഹംദുലില്ലാ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓതാൻ ചാൻസ് തരാൻ പറഞ്ഞിരുന്നോ? ഓർമ്മയില്ല, പറഞ്ഞില്ല, ഇല്ലല്ലേ? ഓക്കെ, ഒരാൾക്ക് ഓതാം. എനിവൺ ഓതുന്ന ആൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഒരാഴ്ച ഓതുന്ന ആൾ പിറ്റത്തെ ആഴ്ച ഓതരുത്. ആരും ഓതുന്നില്ല ഓതാം. പിന്നെ അപ്പോൾ ഒരാൾക്ക് ഓതാം. സമയം പരിമിതമായതുകൊണ്ട് ഒരാൾ മാത്രം ആക്കുന്നത്. ഈ ഓതാന്നുള്ളത് ചാൻസ് ഞാൻ തരുന്ന വിചാരിക്കണ്ട, പടച്ചോ നമുക്ക് തരുന്ന ഒരു അവസരം എന്ന് കരുതാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഓക്കെ, ശരി, ജസാക്കില്ലാ ഖൈർ. നന്നായി ഓതിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. അതിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഈ അവസാനം വരുന്നില്ലേ, വലദ്ദാലീൻ, മദ്ദുല്ലാസിം. അത് ഓതുമ്പോൾ 6 ഹറക്ക, 6 അനക്കം എന്ന് പറയും. 6 സെക്കൻഡ് നമുക്ക് പറയാം. അത് നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നീട്ടിയിരിക്കണം. 6 ഹറക്ക. അപ്പോൾ വലദ്ദാലീൻ الحاقة. ഓക്കെ, 6 അനക്കം നീട്ടാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, അൽഹംദുലില്ലാ. നമുക്ക് നമ്മുടെ ആയത്തുകളിലേക്ക് പോകാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് സൂറത്തുൽ ഫാത്തിഹ നമുക്കിന്ന് കംപ്ലീറ്റ് ചെയ്യണം ഇൻഷാ അല്ലാഹ്. നമ്മുടെ നിയത്ത്. അപ്പോൾ നമ്മൾ പഠിച്ചത് അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമം അല്ലേ, അള്ളാഹു പറയുന്നത് ഇതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ്. മാലിക് യൗമിദ്ദീൻ അല്ലേ, നമ്മൾ പറഞ്ഞു ഫസ്റ്റ് 4 ആയ ഈസ് ടോക്കിംഗ് അബൌട്ട് അള്ളാഹ്, അള്ളാഹുവിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ പ്രത്യേകമായി പറയേണ്ട ഒന്നാണ് മാലിക്. ഹു ഈസ് മാലിക്? മാലിക് എന്ന് പറഞ്ഞാൽ ആരാ? രാജാവ്. ഓക്കെ, അപ്പം മലിക്കോ? ഉടമസ്ഥൻ. ആ, അപ്പം രാജാവിന് എന്ത്? രാജാവ്, അത് രണ്ടും സിമിലർ വേർഡ്സ് ആണ്. പക്ഷേ മാലിക് എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ്, ഓണർ അല്ലേ, ഉടമസ്ഥൻ. അപ്പോൾ രാജാവിന് എന്താ പറയാ? മലിക്. മലിക്. ആ, വെരി ഗുഡ്. ഓക്കെ, മലിക് അല്ലേ. രണ്ടും സിമിലർ ആയ വേർഡ്സ് ആണ്, ചെറിയൊരു വ്യത്യാസമുള്ളത്. മാലിക്, മലിക് അല്ലേ. എന്താണ് ഒരു അലിഫിൻ്റെ വ്യത്യാസം, ഒരു അലിഫിൻ്റെ വ്യത്യാസമാണ്. മാലിക്, മലിക്.
അപ്പോൾ യഥാർത്ഥത്തിൽ മാലിക് യൗമിദ്ദീൻ അള്ളാഹുവിൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ്. അള്ളാഹു മാലിക്കാണ്, മലിക്കാണ്. ഞാൻ പെട്ടെന്ന് മനസ്സിലാവാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ സൂറത്തുൽ ആയത്തുൽ കുർസിയിലെ ആയത്തുൽ കുർസിയിൽ അള്ളാഹുവിൻ്റെ രണ്ട് വിശേഷണം പറയുന്നുണ്ട്. ഒന്ന് ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ലഹു അവനാണ്, മാ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്സ്, വസ്തുക്കൾക്ക് മാ എന്ന് ഉപയോഗിക്കാം. ആകാശഭൂമികളിൽ എല്ലാ വസ്തുക്കളും അവൻ്റേതാണ്. അപ്പോൾ ഹീസ് ആരാണ്? അള്ളാഹു. അവിടെ മാലിക്കാണോ മലിക്കാണോ? അവിടെ മാലിക്കാണ് അല്ലേ. എല്ലാ വസ്തുക്കളുടെയും ഓണർഷിപ്പ് ആർക്കാണ്? അള്ളാഹുവിനാണ്. പിന്നെ പറയുന്നത് എന്താ? വസിഅ കുർസിയ്യുഹു സ്സമാവാതി വൽ അർദ്. ഈ കുർസി എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയർ അല്ലേ. അള്ളാഹുവിന്റെ കുർസി ആകാശഭൂമികളോളം വിശാലമാണെന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ അള്ളാഹു എന്താണ്? മലിക്കാണോ മാലിക്കാണോ? അധികാരം, മലിക്. ഇതാണ് അള്ളാഹുവിന്റെ രണ്ട് പ്രധാനപ്പെട്ട വിശേഷണങ്ങളായിട്ട് നമുക്കത് മനസ്സിലാക്കാം അല്ലേ. മാലിക് യൗമിദ്ദീൻ, മാലിക്, മലിക്. പക്ഷെ ഇവിടെ സവിശേഷം. അപ്പോൾ നമുക്ക് അതിൽ ഉണ്ടാവേണ്ട ബോധ്യം എന്താണോ? എൻ്റെ എല്ലാ വസ്തുക്കളുടെ ഓണർഷിപ്പ് അള്ളാഹുവിനാണല്ലോ. ഇപ്പം എൻ്റെ വസ്ത്രം എൻ്റേത് നമ്മളല്ലേ. നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയുന്ന എൻ്റെ വസ്ത്രം അല്ലേ, എൻ്റെ വീട്, എൻ്റെ വാഹനം. പക്ഷെ ഇത് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ ആലോചിക്കേണ്ടത് എന്താ? എൻ്റേതെന്നല്ല. അത് എൻ്റേതായിട്ട് എനിക്ക് ഉപയോഗിക്കാം, പക്ഷെ തന്നവനെ നമ്മൾ ഓർക്കണം അല്ലേ. എൻ്റെ റബ്ബ് എനിക്ക് തന്നതാണത്. യഥാർത്ഥ ഉടമസ്ഥൻ ആരാണ്? അള്ളാഹു ആണ്. ഈ ഒരു ബോധ്യം. പിന്നെ എല്ലാ അധികാരങ്ങളും അള്ളാഹുവിൻ്റെ കയ്യിലാണ്, എല്ലാ അധികാരങ്ങളും. പക്ഷെ ഇവിടെ ഈ ആഴ്ചയിൽ പറയുന്നത് പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി കാണുന്ന ഒന്നാണ് നീതി അല്ലേ, ജസ്റ്റിസ്. ജസ്റ്റിസ് വളരെ പ്രധാനമാണ്. അപ്പം നമുക്കിപ്പോൾ വഖഫ് ബില്ല്, പിന്നെ വഖഫ് ആക്ടിനെ കുറിച്ച് പഠിച്ചവർക്ക് മനസ്സിലാവും എത്ര വലിയ അനീതിയാണ്, ശരിക്കും വലിയ അക്രമമാണ്. നമ്മൾ അതിൻ്റെ ഡെപ്തിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര വലിയ അനീതിയാണ്. അപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫലസ്തീൻ നമ്മൾ കാണുകയാണ്. ഇങ്ങനെ പല സ്ഥലത്തും പലതും കണ്ടുകൊണ്ടിരിക്കുക നമുക്ക് തന്നെ തോന്നുന്നുണ്ട് ഇതെന്ത് വലിയ അനീതിയാണ്, അക്രമമാണ്. അപ്പോൾ അത് അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്ത ഭയാനകമായിരിക്കും അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഇതിനൊക്കെ ഒരു അറുതി വേണ്ടേ അല്ലേ, നീതി എന്ന സങ്കല്പം. മറ്റൊരു സംഗതി എന്നുള്ളത് മനുഷ്യൻ, നമ്മൾ രണ്ട് തരം ആളുകളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫലസ്തീനികളും അവർക്കെതിരെ ക്രൂരമായ ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളെയും ഒന്നും ജസ്റ്റ് വിലയിരുത്തുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. രണ്ട് തരം ആളുകൾ. ഒരു വിഭാഗം ആളുകൾ അവരുടെ ജന്മദേശത്ത് അവർ ജീവിക്കുന്നു, അവരുടെ ജന്മദേശമാണത്, അവരാരോട് അക്രമം ചെയ്യുന്നില്ല. പക്ഷെ മറുവിഭാഗം ആളുകൾ എന്ത് ചെയ്യുന്നു? അവർ അധിനിവേശം നടത്തുന്നു, കൂട്ടക്കൊല ചെയ്യുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്, പടച്ചവൻ ഇതിനൊക്കെ ഒരു അറുതിയില്ലേ? എന്താണ് ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ? ആ അറുതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് മാലിക് യൗമിദ്ദീൻ. യഥാർത്ഥ നീതി സംസ്ഥാപിതമാകുന്ന ഒരു സ്പേസ്, അതാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ എന്നാണ് ആ പ്രതിഫല ദിനം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മൂന്നാമതൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ലൈഫിനെ കുറിച്ച് ചോദിക്കും, എന്തിനാണ് നമ്മളെ സൃഷ്ടിച്ചത്? ഇടയ്ക്ക് നമുക്ക് തോന്നൂലേ ചില സിറ്റുവേഷനിലെങ്കിൽ, എന്തിനാണ് പടച്ചവനെ സൃഷ്ടിച്ചത് അല്ലേ. ഇത്രമാത്രം ഉത്തരവാദിത്തങ്ങൾ ശരിക്കും ആലോചിക്കുമ്പോൾ എവിടെ എത്തുമെന്ന് പോലും അറിയില്ല അല്ല. നമ്മുടെ മനസ്സിലിങ്ങനെ ചിലപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ലൈഫിൽ അത് ടെൻഷൻ അനുഭവിക്കുന്ന സിറ്റുവേഷനിലൊക്കെ നമുക്ക് ചോദ്യം വരും, എന്തിനാണ് പടച്ചവനെ ലൈഫ്? അതിലുള്ള ഉത്തരമാണെന്ത്? മാലിക് യൗമിദ്ദീൻ. അവിടെ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്, നിങ്ങളെ റബ്ബിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ചോദ്യത്തിനൊക്കെ ഉത്തരമുണ്ട്. പ്രതിഫല ദിനം. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ അമലുകൾക്ക് പൂർണ്ണമായ പ്രതിഫലം നൽകുന്നു അല്ലെ. മൻ അമില സ്വാലിഹൻ ഫലിനഫ്സി. നിങ്ങൾ അമൽ സ്വാലിഹാത്ത് ചെയ്താൽ അത് നിങ്ങൾക്ക് കിട്ടും. അത് മിൻ ദക്കരി ഫസ്തജാബ ലഹും റബ്ബുഹും അന്നി ലാ ഉളിഉ അമല ആമിലിൻ മിൻകും മിൻ ദക്കരിൻ ഔ ഉൻസ. സൂറ ആൽ ഇംറാനിൽ പറയാണ്, നിങ്ങൾ സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ ഒരാളുടെ അമലും അല്ലാഹു ചെയ്യൂല, പാഴാക്കി കളയൂല. ഒരാളുടെ അമലും എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പാഴാക്കി കളയൂല. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. ഇങ്ങനെ പ്രയോഗങ്ങൾ ഖുർആനിൽ നമുക്ക് ഇടയ്ക്കിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് അമലുകൾ ആര് ചെയ്താലും അതിനുള്ള പ്രതിഫലം അല്ലാഹു നൽകും. അതെപ്പോഴാണ്? പരലോകത്ത്.
ഒരു സൂറയിൽ, ഖുറാനിലെ ചെറിയൊരു സൂറയിൽ അത് സം പറയുന്നുണ്ട്. ഏതാ സൂറ എന്നറിയോ? അതായത് നിങ്ങളൊരു ആറ്റം ചെറിയ നന്മ ചെയ്താലും അത് കാണും. ഏതാ? ഫം- ثقلت موازينه ആ فأما من ثقلت موازينه فهو في അതൊരു പ്രയോഗമാണ് അല്ലേ? അതായത് മീസാനിൽ ഭാരം കൂടിയ ആളുകൾ അല്ലേ, സഖുലത്ത്, അത് അമലു സാലിഹാത്ത് കൂടിയ ആളുകൾ, ഫഹുവ ഫി ഈശത്തി റാളിയ, അതിലുള്ള പ്രയോഗം നമ്മൾ നോക്കേണ്ടതാ. അവർ സംതൃപ്തമായ ജീവിതത്തിലായിരിക്കും. അതൊരു അല്ലെ, സംതൃപ്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ. സാറ്റിസ്ഫാക്ഷൻ ഉള്ള ജീവിതത്തിലായിരിക്കും അവരുണ്ടാവുക. അപ്പോൾ അതെങ്ങനെയാണ് ഓരോരുത്തർക്കും വേണ്ടത് അത് അള്ളാഹു നൽകും അല്ലേ. പിന്നെ ഫഅമ്മാ മൻ ഖഫ്ഫത് മവാസീനു, അതിൽ മീസാനിൽ കുറഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥയെക്കുറിച്ചും പറയുന്നു. പിന്നെ പറയുന്നത് എന്താ? സൂറത്തു സിൽസാൽ പറയുന്നില്ലേ, ഫഅമ്മാ മൻ എന്താ പറയുന്നത്? خيرا يرى ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. നിങ്ങൾ ഒരാറ്റം അല്ലേ, ദർറത്ത് എന്ന് വെച്ചാൽ എന്താണ് ആറ്റത്തിൻ്റെ പ്രത്യേകത? ചെറിയ കട. ഏറ്റവും ചെറിയ അല്ലേ, ഓരോ ഏതൊരു സംഗതിയുടെ ഏറ്റവും ചെറിയ ഒരു അംശത്തിന് പറയുന്നതാണ് ആറ്റം. അപ്പോൾ നമ്മൾ ചെയ്തത് എത്ര ചെറുതാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് പ്രതിഫലം നൽകുന്നതാണ്. അതുകൊണ്ട് ഈയൊരു സംഗതിയെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ചുള്ള ഒരു ഉണർത്തലാണെന്ത് ഈ ഒരു ആയത്ത്. അപ്പം അവിടെയും നീതിപൂർണമായി നടപ്പിലാക്കാരായിരിക്കും അള്ളാഹു ആണെന്നുള്ള ബോധ്യം അല്ലേ, അത് നമുക്ക് എപ്പോഴും ഉണ്ടാവണം നമ്മുടെ മനസ്സിൽ. ഞാൻ ചെയ്ത അമലുകൾക്ക് അള്ളാഹു എന്ത് ചെയ്യും, എനിക്ക് അത് പരലോകത്ത് പൂർണ്ണമായി അള്ളാഹു എനിക്കത് നൽകും എന്നൊരു ബോധ്യം നമുക്ക് എന്ത് ചെയ്യണം, നമുക്കുണ്ടാവണം. ശരിക്കും വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്നുള്ളത് പരലോകമാണ്. ഈ പരലോക വിശ്വാസമാണ് നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് പകരം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ മക്കി സൂറകളുണ്ടല്ലോ, ഹിജ്റക്ക് മുമ്പുള്ളത്, ആദ്യഘട്ടത്തിൽ അവതരിച്ച 13 വർഷമുണ്ട്. സൂറകളുടെ പ്രധാനപ്പെട്ട പ്രമേയം ഒന്നെന്താ? പരലോകമാണ് അല്ലേ, പ്രധാനപ്പെട്ട പ്രമേയം. നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അന്നത്തെ സമൂഹത്തിൽ ജീവിച്ചിരുന്ന നല്ലൊരു ശതമാനം ആളുകളും ദൈവവിശ്വാസികളായിരുന്നു. ദൈവവിശ്വാസം ഉണ്ടായിരുന്നു, ആ വിശ്വാസത്തിൽ കളങ്കം ഉണ്ടായിരുന്നു, നമുക്ക് നെക്സ്റ്റ് പറയാം. പക്ഷേ അവർ പൂർണ്ണമായി നിഷേധിച്ചൊരു സംഗതി എന്തായിരുന്നു? പരലോകം അല്ലേ, ഹിയർ ആഫ്റ്റർ ലൈഫ്. അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ അവർ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് ഈ പരലോക ജീവിതം ഉണ്ട് എന്ന ബോധ്യത്തിലേക്ക് നമുക്ക് എത്തണം. ഇതെങ്ങനെ എത്താൻ പറ്റും എന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദമായിട്ട് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. പക്ഷെ നമുക്ക് ലോജിക്കലി നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊക്കെ ചിലപ്പോൾ വിചാരിക്കുന്നതാണോ, ഈ ദീൻ എന്നൊക്കെ പറഞ്ഞാൽ ബ്ലൈൻഡായിട്ട് നമ്മൾ വിശ്വസിക്കേണ്ട സാധനമാണ്, അങ്ങനെ ഉണ്ടല്ലോ, മനുഷ്യനൊരു ലോജിക്കുമായിട്ട് കണക്ട് ചെയ്യൂല, അങ്ങനെയൊക്കെ ആളുകൾ ഇങ്ങനെ സങ്കല്പിക്കും. അങ്ങനെയൊന്നുമല്ല. പരലോക ജീവിതം ഇതൊക്കെ നമുക്ക് മനുഷ്യൻ്റെ ചിന്തയിലൂടെ തന്നെ എത്തിപ്പെടാൻ പറ്റുന്ന ഇഷ്ടം പോലെ വഴികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. ഖുർആനിലൊരു ഒരു പ്രയോഗമാണ് ഉലുൽ അൽബാബ്, ജീനിയസ് ആളുകൾ. ആരാണ് ജീനിയസ് ആളുകൾ? ബുദ്ധിയുള്ള ആളുകൾ എന്ന് നമ്മൾ പറയാറുണ്ട്. ആരാണ് ഉലുൽ അൽബാബ്? സൂറ ആലി ഇമ്രാൻ അള്ളാഹു പറയുന്നുണ്ട്. ഉലുൽ അൽബാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ. ആലി ഇമ്രാൻ്റെ അവസാന ഭാഗത്ത് 193. ഒരാൾ നോക്കോ, സെക്കൻഡ് ലാസ്റ്റ് പേജിലാണ് ഇത് വരുന്നത്. ആയത്ത് നമ്പർ നോക്കണേ. അള്ളാഹു പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന ഫി ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതി ലിൽ അൽബാബ്. നിങ്ങളൊന്നും ചെയ്യണ്ട കേട്ടോ, നിങ്ങൾ കണ്ണ് തുറന്ന് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലേക്ക് രാപ്പകലുകൾ മാറി വരുന്നതിൽ നിങ്ങൾ നോക്കുക. ഈ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളൊന്നും എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു നോക്ക്, കണ്ണൂർ നോക്കി നോക്ക്. അതിൽ ഉലുൽ അൽബാബ് ജീനിയസ് ആളുകൾക്ക് എന്തുണ്ട്? ആയാത്തുകളുണ്ട്, സയൻസ് അല്ല, ദൃഷ്ടാന്തങ്ങളുണ്ട്. എന്താ അവരുടെ പ്രത്യേകത? ആരാണ് ഉലുൽ അൽബാബ്? 191 അല്ലേ? ഓക്കെ, ജസാക്കല്ലാ ഖൈർ. 191 മുതൽ കേട്ടോ. അത് ഈ ആയത്തുകളുടെ പ്രത്യേകത എന്താ അറിയോ നിങ്ങൾക്ക്? ആർക്കും അറിയോ ഈ ആയത്തുകളുടെ പ്രത്യേകത?
ആ ഈ ആയത്തിൻ്റെ പ്രത്യേകത ഉള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഈ രാത്രിയിൽ ഇങ്ങനെ എഴുന്നേറ്റ് നമസ്കരിക്കുക കേട്ടോ. ആയിഷ റളിയല്ലാഹു ചോദിക്കുകയാണ് നമസ്കരിക്കട്ടെ. അങ്ങനെ പറഞ്ഞു. ആയിഷ റളിയല്ലാഹു പറയാണ് എനിക്ക് നിങ്ങൾ കൂടെ ഉള്ളത് എനിക്ക് ഇഷ്ടമാണ്, എന്നാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ പോകാന്നുള്ളത് സ്വാഭാവികമായിട്ട് അതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ നിസ്കരിക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ രാത്രിയിൽ അവതരിച്ച ആയത്താണെന്ത് ഈ ആയത്തുകൾ. ഈ ആയത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണോ, ഈ ആയത്തുകൾ പഠിക്കുകയും എന്നിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ അങ്ങനെയുണ്ടല്ലോ, അവർക്ക് എന്ത് ചെയ്യട്ടെ, അവർക്ക് നാശം. വൈലുൽ ലിമൻ ഖറഅഹ വലം യതഫക്കർ ഫിഹ, അങ്ങനെയാണ് ഹദീസിലെ പ്രയോഗം, എൻ്റെ ഓർമ്മയിൽ പറയാട്ടോ. അതായത് ഈ ആയത്ത് ഓതുകയും ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് എന്താണ് നാശം എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് സമയം എടുത്ത് എന്ത് ചെയ്യണം, ചിന്തിക്കണം അല്ലേ, ഒന്ന് ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് അന്ന് രാത്രി ഏത് സൂറത്താണ് ഉസ്താദ്? സൂറ ആൽ ഇമ്രാനിൽ ആയത്ത് നമ്പർ 191 191 മുതൽ. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത് എന്താണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കരയാൻ തുടങ്ങി. അതായത് കവിള് നിറഞ്ഞു, താടി രോമങ്ങൾ നിറഞ്ഞു, ഭൂമി അവിടെ മണലാണല്ലോ, മണൽ നനഞ്ഞു കരഞ്ഞിട്ടേ. അപ്പോൾ ബിലാൽ അള്ളാഹു ചോദിക്കുന്നുണ്ട് എന്താ അള്ളാഹിൻ്റെ ഹബീബേ. ബിലാൽ അള്ളാഹു വാങ്ങ് കൊടുക്കാൻ വരുമ്പോൾ കാണുന്ന കാഴ്ച തന്നെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞ് കരഞ്ഞ് മണ്ണൊക്കെ നനഞ്ഞിട്ടുണ്ട്. എന്താണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നതിനാ, അള്ളാഹു പാപങ്ങളൊക്കെ പുറത്തു തന്നില്ലേ. അപ്പോൾ പറയുന്നുണ്ട് അഫലാഖൂൻ ആബുദൻ ഷക്കൂർ, ഈ ഹദീസിൽ അങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ എൻ്റെ അള്ളാഹു പറയുന്ന ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, നിന്നും ഇരുന്ന് കിടന്നൊക്കെ അള്ളാഹുവിനെ ഓർക്കുന്നവരായ വിശ്വാസികൾ. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, അവർ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കട്ടോ. അപ്പോൾ നമ്മൾ ചിന്തിക്കണം. ഈ പഠനവും ചിന്തയും ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെത്തുന്ന ഒരു ആൻസർ ഉണ്ട്. റബ്ബന മാ ഖലഖത ഹാദാ ബാത്തില, നമ്മൾ ഓരോന്നല്ല സൃഷ്ടിച്ചത് കൃത്യമായ ഒരു പേർപ്പസിലാണ്. അപ്പോൾ അള്ളാഹുവേ ഞങ്ങളുടെയും സൃഷ്ടിപ്പ് കൃത്യമായ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. വഖിന അദാബന്നാർ, ഞങ്ങൾ നരകശിക്ഷയിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ ഈ തിരിച്ചറിവിലേക്ക് എത്തുന്നവനാണ് ഉലുൽ അൽബാബ്. അതുകൊണ്ട് ഹദീസിൽ പറയുന്നുണ്ട് കേട്ടോ, അൽ ഖയ്യിസ്, യഥാർത്ഥ ബുദ്ധിമാനാരാ, മന്ദാന നഫ്സഹു, സ്വന്തത്തെ ഇങ്ങനെ വിചാരണ ചെയ്യും, ഹിസാബ് ചെയ്യും. വഅമില ലിമാ ബഅദൽ മൗത്ത്, അവന് ഫോക്കസ് എവിടെയായിരിക്കും, ലിമാ ബഅദൽ മൗത്ത്, മരണാനന്തര ജീവിതത്തെ ഫോക്കസ് ചെയ്ത് പണിയെടുക്കുന്ന ആളാണ് ആര്, ഉലുൽ അൽബാബ് അല്ലേ, ബുദ്ധിയുള്ള ആള്. ഇവിടെ പറഞ്ഞ അൽ ഖയ്യിസ് എന്ന അറബിയിൽ ഹദീസിനടുത്ത് പറയുക അൽ ഖയ്യിസ്, ഉലുൽ അൽബാബ്. ഈ രണ്ട് പ്രയോഗം, ഉലുൽ അൽബാബ് ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ഖുർആൻ പരാമർശിക്കുന്നുണ്ട് കേട്ടോ. ആ ഡെഫിനിഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ ആരാണ് യഥാർത്ഥ ബുദ്ധിമാൻ എന്നത് അള്ള കൊടുത്ത ഡെഫിനിഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ സവിശേഷം മനസ്സിലാക്കേണ്ടത് പരലോകവുമായിട്ട് കണക്ട് ചെയ്യുന്ന ആളുകൾ അല്ലേ. അതുകൊണ്ട് ഇത് ഇത് നമുക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹവുമാണ് അല്ലേ. പരലോക ജീവിതം എന്നുള്ളത് നമുക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ് ജീവിതത്തിൽ. അതുകൊണ്ട് ആ ദിവസത്തിൻ്റെ ഉടമസ്ഥനാണ് ആര്, അള്ളാഹു സുബ്ഹാനഹു വ തആല. അവിടെ എനിക്ക് പൂർണ്ണമായ നീതി കിട്ടും. അതുകൊണ്ട് ദുനിയാവിൽ എന്ത് നഷ്ടപ്പെട്ടാലും പരലോകത്ത് എനിക്കെൻ്റെ റബ്ബ് തരുമെന്ന ബോധ്യത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അല്ലേ. ഇൻഷാ അല്ലാഹ്. ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത് മാലികി യൗമിദ്ദീൻ. ഇനി പറഞ്ഞ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഞാൻ സ്ലൈഡ് കാണിക്കാം. ഇതിലെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു സംഗതി അള്ളാഹു പഠിപ്പിക്കുകയാണ് അടുത്ത ആയത്തിൽ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എന്താ പറയുന്നത്, ഇയ്യാക നഅ്ബുദു അല്ല, നമ്മൾ പറഞ്ഞു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ റഹീം മാലികി യൗമിദ്ദീൻ. ഇത് അള്ളാഹുവിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലിൻ. നമ്മുടെ ആവശ്യം പറയാണ്. അതിനിടക്ക് പറയുന്നത് എന്താ, ഇയ്യാക നഅ്ബുദു. നമുക്ക് അള്ളാഹുവിന് കൊടുക്കാനുള്ളത് എന്താ, അള്ളാഹുവിനുള്ള ഈ സ്ലേവറി എന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കര പെട്ടെന്നൊരു ചിലപ്പോൾ ഒരു ഇറിറ്റേഷൻ പോലെ വരൂലേ. അങ്ങനെയല്ല, ഇത് നമ്മൾ കേട്ട സ്ഥിതിക്ക് സ്ലേവറി, അടിമത്തം, അബദ്ധകളാവുക, അതൊരു പെട്ടെന്ന് അടിമത്തം എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു പ്രയാസം പോലെ ഉണ്ടാവും. വയ്യാക നസ്തഈൻ. അതുകൊണ്ട് നമുക്ക് വേണ്ടതാണ്, വി നീഡ് ഹിസ് ഹെൽപ്പ്, അള്ളാഹുവിൻ്റെ സഹായം വേണം നമുക്ക്. അതുകൊണ്ട്
അടുത്ത ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാലിക് യൗമിദ്ദീൻ അല്ലെ, മാസ്റ്റർ ഓഫ് ദി ഡേ ഓഫ് ജഡ്ജ്മെന്റ്. മാലിക് എന്ന് പറഞ്ഞാൽ മാസ്റ്റർ, ഓണർ, യൗം ഡേ. യൗമിന്റെ പ്ലൂറൽ എന്താ? യൗമിന്റെ പ്ലൂറൽ أيام അയ്യാം. ആ, ദീൻ എന്ന് പറഞ്ഞാൽ വേ ഓഫ് ലൈഫ്, റിലീജിയൻ. ഇവിടെ മാലിക് യൗമിദ്ദീൻ വെച്ചാൽ ഡേ ഓഫ് ജഡ്ജ്മെന്റ് അല്ലെ. ഇങ്ങനെ വ്യത്യസ്ത അർത്ഥങ്ങൾ ഇതിനുണ്ട്. ഒരാള് ജസ്റ്റ് ഒന്ന് ഈ സെന്റൻസ് ഒന്ന് വായിക്കോ. മാലിക്, മലിക്. Al-Malik or Al-Malik. ഉം. She is the one to whom belongs the absolute dominion of the heavens and the earth and everything in them. ഉം. The entire universe is under his control. There is nothing above him. He alone has true and supreme dominion and disposes of the entire universe in the manner he pleases. He is the owner of everything. എന്താ പറയുന്നത്? അല്ല, ഈസ് ദ വൺ ടു ഹൂം ബിലോങ്സ് ദി അബ്സല്യൂട്ട് ഡൊമിനിയൻ ഓഫ് ദി ഹെവൻസ് ആൻഡ് ദി എർത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ, ആകാശങ്ങളിലെയും ഭൂമിയിലെയും എല്ലാത്തിൻ്റെയും അടക്കി ഭരിക്കുന്നവൻ അള്ളാഹുവാണ്. അതിലോരോ വസ്തുക്കളും. എൻ്റെ യൂണിവേഴ്സ് അള്ളാഹുവിൻ്റെ കൺട്രോളിലാണ്. അള്ളാഹുവിന് മുകളിൽ ഒന്നുമില്ല. അള്ളാഹു വിചാരിക്കുന്ന വിധത്തിലാണ് എന്ത് ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലെ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എന്ത് ചെയ്യുന്നത്, നിർണ്ണയിക്കുന്നത്. എല്ലാത്തിനും ഓണർഷിപ്പ് അള്ളാഹുവിനാണ്. ഓക്കെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലഹു മാഫിസ് സമാവാതി വമാഫിൽ അർള് വസിഅ കുർസിയുസ് സമാവാതി വൽ അർള്. എൻ്റെ നെക്സ്റ്റ് പറയുന്നത് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇറ്റ് ഈസ് യു വി വർഷിപ്പ്, ഇറ്റ് ഈസ് യു വി ആസ്ക് ഫോർ ഹെൽപ്പ്. ഇവിടെ നമ്മൾ നോക്കേണ്ട പ്രയോഗം എന്ന് വെച്ചാൽ ഇയ്യാക. ഇയ്യാക അർത്ഥം എന്താണ്? യു അലോൺ, നിന്നെ മാത്രം. നഅ്ബുദു, ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. വ ഇയ്യാക ആൻഡ് യു അലോൺ. നസ്തഈൻ, വി ആസ്ക് ഫോർ ഹെൽപ്പ്. നോക്കണം കേട്ടോ, ഇയ്യാക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേട്ടോ. നിന്നെ മാത്രം എന്നതാണ് പ്രധാനം, നിന്നെ മാത്രം. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആനിലെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ് വേർഷിപ്പ്, ഒബീഡിയൻസ്, സർവീസ് അല്ലേ. അതായത് അള്ളാഹുവിന് പൂർണ്ണമായി അടിമപ്പെടുക. നമ്മുടെ ആരാധനാ കാര്യങ്ങൾ ആർക്കാണ്? അല്ല, നമ്മൾ പ്രാർത്ഥിക്കേണ്ട അള്ളാഹുവിനോടാണ്. നമ്മൾ ജീവിതത്തിൽ അനുസരിക്കേണ്ടത് ആരെയാണ്? അള്ളാഹുവിനെയാണ്. അനുസരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ചോദിക്കും, നമ്മുടെ ഉമ്മാനും ഉപ്പാൻ നമ്മൾ അനുസരിക്കണ്ടേ? ഉമ്മാനും ഉപ്പാന് അള്ളാഹു. ഈ അനുസരണത്തിൽ എന്താ എന്ന് പറയോ? എങ്ങനെ? അതെ, ഒരു ഹദീസിൽ പറയുന്നുണ്ട് അല്ലെ, അള്ളാഹുവിന്റെ ഇഷ്ടം അനുസരിച്ചാണ് ഉമ്മാനപ്പ അനുസരിക്കേണ്ടത്. ലാ ത്വഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. അള്ളാഹുവിനെ ധിക്കരിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അള്ളാഹുവിന്റെ അബ്ദുകൾ ആരെ അനുസരിക്കാൻ പാടില്ല. അങ്ങനെ പിന്നെ കംപ്ലീറ്റ് സബ്മിഷൻ ആർക്കാ കൊടുക്കേണ്ടത്? അത് അള്ളാഹുവിനാണ്. കംപ്ലീറ്റ് സബ്മിഷൻ ആർക്ക് കൊടുക്കണം? അള്ളാഹുവിന് നമുക്ക് കൊടുക്കണം. അത് പറഞ്ഞാൽ ഉമ്മ ഉപ്പയാണെങ്കിൽ അവർ നമ്മൾ അനുസരിക്കും. പക്ഷേ നമുക്ക് നമ്മുടെ ടേസ്റ്റ്, നമ്മുടെ പാഷൻ, നമ്മുടെ ചില ഇഷ്ടങ്ങളുണ്ടാവും. അങ്ങനെ കംപ്ലീറ്റ് എന്താണ് ഒരു സബ്മിഷൻ നമ്മൾ പാരൻസിന് പോലും കൊടുക്കുന്നില്ല. പക്ഷെ അത് ആർക്ക് കൊടുക്കണം? അള്ളാഹുവിന് കൊടുക്കണം. അതാണ് അബദ യഅ്ബുദു എന്ന് പറഞ്ഞാൽ. അബ്ദുകൾക്ക് എന്താണ് ജീവിതത്തിൻ്റെ എല്ലാം അവരുടെ യജമാനായിരിക്കും. പിന്നെ ഇസ്തആന എന്ന് പറഞ്ഞാൽ ആസ്ക് ഫോർ, കോൾ ഫോർ ഹെൽപ്പ്, സഹായം തേടുക. ഇസ്തആന യസ്തഈനു എന്നാണ് അറബി വേർഡ് അതിൻ്റെ. ഇസ്തആന യസ്തഈനു. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എന്ത്? അള്ളാഹുൽ ഇബാദത്ത്. ഈ ഇബാദത്ത് പൊതുവെ ആളുകൾ വിചാരിക്കുക എന്താണോ, ഈ അള്ളാഹ്ക്കുള്ള ഇബാദത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിമത്തമാണ് അല്ലേ. അത് ശരിക്ക് ഭയങ്കര മോശമാണ്, അല്ലെങ്കിൽ എന്തിനങ്ങനൊക്കെ എന്നൊക്കെ ആലോചിക്കും. ശരിക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണെന്ത്? അള്ളാഹുവിൻ്റെ അബ്ദുകളാവാം. യാ ഇബാദല്ലാഹ് അല്ലേ, അള്ളാഹുവിൻ്റെ അബ്ദുകളെ. ഇന്ന ഇബാദി, എൻ്റെ അബ്ദുകൾ. ഈ അബ്ദ് എന്നുള്ളത് വളരെ സുന്ദരമായ ഒരു പ്രയോഗമാണ്. പക്ഷെ നമ്മൾ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തതുകൊണ്ട് പിന്നെ ആളുകൾ, പ്രത്യേകത എന്താ, വിമർശകർ അവരെപ്പോഴും മനസ്സുകൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഒരാൾ ഈ സൂറത്തുൽ ഹജ്ജിൽ ലാസ്റ്റ് ഒരു സെക്കൻഡ് ലാസ്റ്റ് ആയ ഒന്ന് എടുക്കോ.
ആരാ എടുക്കുക? എല്ലാവരും എടുക്കാൻ പോണ്ട. ഞാൻ എടുക്കുന്ന ഒരാൾ പറഞ്ഞാൽ മതി. ഓക്കെ. അതായത് യാ അയ്യുഹന്നാസ് സിർക്കഉ വസ്ജുദു, അതായത് ലൈഫിൽ സക്സസ്ഫുൾ ആകാനുള്ള വഴി പറയാം കേട്ടോ. ആദ്യത്തെ നമ്പർ ഒന്ന് നോക്കണേ. ലൈഫിൽ സക്സസ്ഫുൾ ആകാനുള്ള വഴി എന്താണെന്നുള്ളത്. അതിലെന്താ പറയുന്നതെന്നോ? ആദ്യത്തെ കിട്ടിയാൽ നമുക്ക് പറയാം. നിങ്ങൾക്ക് വിജയിക്കാനുള്ള 3 വഴികൾ പറയാം. അതിലൊന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇബാദത്താണ്. എന്താ അള്ളാഹുവിൻ്റെ ഇബാദത്തിൻ്റെ പ്രത്യേകത? സിമ്പിളായി പറയാം. അബദ് എന്ന് വെച്ചാൽ നമ്മൾ അടിമ എന്ന് പറയില്ല, അടിമ എന്ന് തന്നെ പറയാം. നമ്മൾ ഈ പത്രത്തിലൊക്കെ കാണുമല്ലോ, ഇപ്പം കാണുന്ന MDMA അടിമയാണ് അല്ലേ, മയക്കുമരുന്നിന് അടിമയായിരുന്നു അവൻ. ഇതിങ്ങനെ നമ്മൾ ഇപ്പം നിരന്തരമായി കാണുന്ന ഒന്നാണ്. അപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ ഫീൽ ചെയ്യുക എന്താ? MDMA അടിമ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവൻ്റെ ലൈഫിൽ അവന് MDMA ഒട്ടും ഇഷ്ടമില്ല. അങ്ങനെ ഉണ്ടല്ലോ, അവൻ അത്യാവശ്യമൊക്കെ തോന്നുമ്പോൾ അതങ്ങ് ഉപയോഗിക്കും. അങ്ങനെയാണോ? എന്താ അല്ല, എന്താ എന്താ ആ അവൻ അതിന് അഡിക്റ്റഡ് ആയി പോയി. ആ അവൻ്റെ ഫീലിംഗ് എന്താ അതിനെക്കുറിച്ച്? നമുക്ക് ടെൻഷൻ ഉണ്ടാവും, അവനത് പറ്റില്ല. പറ്റില്ല. അവൻ്റെ ജീവിതത്തിൽ അതില്ലെങ്കിലേ അവനക്ക് സ്വസ്ഥത കിട്ടൂല അല്ലേ? അതിനുള്ള അവസരം ആര് നിഷേധിച്ചാലും അവൻ ചിലപ്പോൾ തീർത്ത് കളയും ചെയ്യും. അത് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. കാരണം അവർക്ക് അവനേക്കാൾ പ്രിയപ്പെട്ടത് എന്താണ്? അതാണ്. ഓക്കെ, 77-ാമത്തെ ആയത്ത് അല്ലേ സൂറത്തുൽ ഹജ്ജിൽ. അവിടെ യാ അയ്യുഹന്നാസ് എന്ന് യാ അയ്യുഹല്ലദീന ആമനു എന്നോ തുടങ്ങുന്നത്? ഒന്ന് ആയത്ത് വായിക്കോ? യാ അയ്യുഹല്ലദീന ആമനു ഇർകഉ വസ്ജുദു വഅബ്ദു റബ്ബക്കും വഫഅലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ. യാ അയ്യുഹല്ലദീന ആമനു എന്ന്. അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യാം കേട്ടോ, അള്ളാഹു നമ്മൾ വിളിക്കുക കേട്ടോ. വിശ്വസിച്ചവരെ ഇർകഉ വസ്ജുദു, നിങ്ങൾ റുക്കൂം സുജൂദും ചെയ്യുക. വഅബ്ദു റബ്ബക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങളെ ഇബാദത്ത് ചെയ്യുക. വഫഅലുൽ ഖൈർ, നിങ്ങൾ ഖൈർ പ്രവർത്തിക്കുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചേക്കാം അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വിജയിക്കാനുള്ള വഴി എന്താണ്? അള്ളാഹുവിൻ്റെ ആബിദുകളാവുക. അത് ഭയങ്കര ബ്ലെസ്സിങ് ആട്ടോ. ലാ യഅരിഫുഹ ഇല്ലാ മൻ ദാഖഹ, അനുഭവിച്ചവർക്ക് അതിന് ടേസ്റ്റ് അറിയുള്ളൂ. അള്ളാഹിൻ്റെ ആബിദാകുമുള്ളൊരു ടേസ്റ്റ് ഭയങ്കരമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ MDMA പറഞ്ഞ പോലെ നമ്മളിപ്പോഴും പറയും ഞാൻ അള്ളാഹിൻ്റെ അബിദാണ് എന്നൊക്കെ നമുക്ക് തോന്നും കേട്ടോ. പക്ഷേ നമുക്ക് തോന്നിയത്, നമുക്ക് ചിലപ്പോൾ ലജ്ജ തോന്നുന്നതെന്ന് വെച്ചാൽ MDMA അല്ലെങ്കിൽ ലഹരിയോട്, മയക്കുമരുന്നിനോട് ഇന്ന് പല മനുഷ്യർക്കുള്ളൊരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഒരു 10% അള്ളാഹുവിനോട് അവൻ്റെ അബദുകളെന്ന് അവകാശപ്പെടുന്ന ആളുകൾക്കുണ്ടോ? അങ്ങനെ ഉണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അള്ള ഇല്ലെങ്കിൽ ഉറപ്പ് പറയാം കേട്ടോ, ഉറപ്പിച്ച് പറയാം. എന്നൊരു സാങ്കല്പികമായിട്ടോ അല്ലെങ്കിൽ അന്ധമായ അനുകരണത്തിൻ്റെ ഭാഗമായിട്ടോ പറയുന്നതല്ല, മറിച്ച് അള്ളാഹുവിനെ അറിഞ്ഞൊരാൾ, അള്ളാഹിൻ്റെ അബദായി മാറാൻ സാധിച്ച ഒരാൾക്ക് പിന്നെ അള്ള ഇല്ലെങ്കിൽ പറ്റൂല. ടെൻഷനായിരിക്കും. അവന് ടെൻഷനായിരിക്കും. അവൻ അള്ള ഉണ്ടെങ്കിലോ പിന്നെ ജീവിതത്തിൽ അവനൊന്നും വേണ്ട, അവൻ റബ്ബ് മാത്രം മതി. അതുകൊണ്ട് ഈ ഒരു സമർപ്പണം, ഇയ്യാക നഅ്ബുദു, അള്ളാഹു നിന്നോട് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. ഈ ഇബാദത്ത് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സൂറത്ത് സുമറിലെ തുടക്കത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സൂറത്ത് സുമറിൻ്റെ ആരംഭത്തിൽ ഈ ആയത്തുകൾ നമ്മൾ നോക്കണം കേട്ടോ, നമ്മൾ ക്ലാസ് കഴിഞ്ഞാൽ നോക്കണം. സൂറത്ത് സുമറിൻ്റെ തുടക്കത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഫഅബ്ദുല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ, നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. എങ്ങനെ? ഇഖ്ലാസോടുകൂടി. ലഹുദ്ദീൻ, അതായത് നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ് അള്ളാഹുവിന് സബ്മിറ്റ് ചെയ്യണം. ഫഅബ്ദുല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. ഈ കംപ്ലീറ്റ് സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ടേസ്റ്റിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ സൂറത്തുൽ ഇഖ്ലാസ് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി പറയാം. കാരണം ഇപ്പോൾ നമുക്ക് വിശദീകരണം കുറച്ച് ലിമിറ്റ് ചെയ്യണം. ഇഖ്ലാസ് പഠിക്കുമ്പോൾ നിങ്ങളോട് ചോദിച്ചാൽ മതി. അന്നൊരു കാര്യം പറയാമെന്ന് പറഞ്ഞിരുന്നല്ലോ, അതായത് അള്ളാഹുവിന് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഉള്ളൊരു മനുഷ്യന് കിട്ടുന്ന ചില ബെനിഫിറ്റ്സിനെ കുറിച്ച്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ഫഅബ്ദില്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. എൻ്റെ പറയാണ് അലാ ലില്ലാഹിദ്ദീനുൽ ഖാലിസ്, പൂർണ്ണമായ സമർപ്പണം ആർക്ക് മാത്രമാണ്? അള്ളാഹുവിന് മാത്രമാണ്. പൂർണ്ണമായ സമർപ്പണം ആർക്ക് മാത്രമാണ്? അള്ളാഹുവിന് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ വിശദീകരണങ്ങൾ തഫ്ഹീമുൽ ഖുർആനിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡെപ്തിൽ എന്ത് ചെയ്യുന്നു, അത് നിങ്ങളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അതിലൊരു സംഗതി പറയുന്നുണ്ട്.
ഒരിക്കൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒന്ന് ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ ഹബീബെ, ഞങ്ങൾ യശസ്സിന് വേണ്ടി ദാനം ചെയ്യാറുണ്ട്. ഞങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ, ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് ദാനം ചെയ്യാറുണ്ട്. അള്ളാഹു സ്വീകരിക്കുമോ? സ്വീകരിക്കുമോ ഇല്ലയോ? സ്വീകരിക്കും എന്നുള്ളൊരു യെസ് പറയാം, അല്ലാത്തൊരു നോ പറയാം. ചാറ്റ് ബോക്സിൽ അല്ലാതെ പറയാം. സ്വീകരിക്കൂല. സ്വീകരിക്കൂല. എന്നാൽ അതേ സമയം ആളുകൾ നല്ലത് പറയണമെന്ന് ആഗ്രഹമുണ്ട്, അതോടൊപ്പം അല്ല അതിനേക്കാൾ എന്തുണ്ട്, അള്ളാഹുവിൻ്റെ തൃപ്തിയും ആഗ്രഹിക്കുന്നുണ്ട്. അള്ളാഹു സ്വീകരിക്കുമല്ലോ? ഇല്ലേ? സ്വീകരിച്ചേക്കാം ഒരു പക്ഷേ. സ്വീകരിച്ചേക്കാം ഒരു പക്ഷേ. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും പറയുന്നത് ഒറ്റ വാക്കേ പറയുന്നുള്ളൂ, ഇന്നല്ലാഹ തആല ലാ യഖ്ബലു ഇല്ലാ മൻ അഖ്ലസ ലഹു. അള്ളാഹു സ്വീകരിക്കുന്ന അമലുകൾ ഏത് മാത്രമാണോ? പടച്ചവന് വേണ്ടി മാത്രം ചെയ്തത്. അപ്പോൾ ഈ ഞാനിപ്പോൾ തമാശ പറയുന്നില്ല കേട്ടോ, ചിന്തിക്കാൻ വേണ്ടി പറയുന്ന നമ്മുടെയൊക്കെ അമലിൻ്റെ കാര്യങ്ങളെ നമ്മുടെയൊക്കെ അമലുകളിൽ അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്ത് എത്ര ഉണ്ടാവും? അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്ത അമലുകൾ എത്ര ഉണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഭയങ്കര പ്രതീക്ഷയോടെ അങ്ങനെ ഉണ്ടാവും. എന്ത്, ഞാൻ റമദാനൊക്കെ കഴിഞ്ഞു, ഖുർആൻ സ്റ്റഡി പങ്കെടുക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം എൻ്റെ മുമ്പിൽ ഇങ്ങനെ തുറക്കപ്പെട്ട് കിടക്കുന്നുണ്ടാവും. ഇത് പിശാച് തോന്നിപ്പിക്കട്ടോ, നമ്മളെ പിശാച് തോന്നിപ്പിക്കും. ഈ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അശ്റത്തുൽ മുബശ്ശിരീങ്ങൾക്ക് പോലും ഇപ്പോൾ അങ്ങനെ തോന്നിയിട്ടില്ല, അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. പക്ഷേ അവിടെ എത്തുമ്പോഴോ ഒന്നും ഉണ്ടാവില്ല. ഇതെന്താ ഒന്നുമില്ലാത്തത്? ചെയ്തത് മറ്റാർക്കോ വേണ്ടിയായിരുന്നു അല്ലേ ചെയ്തത്. അപ്പോൾ നമ്മൾ ചോദിക്കും, അതെന്താ ആ ലോജിക്കിൽ അത് ശരിയാണോ? നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ശരി തന്നെയല്ലേ. അതായത് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഒരു കാര്യം ചെയ്യാം. അപ്പോൾ നിങ്ങൾ വിചാരിച്ചെന്ന് വെച്ചാൽ പിന്നെ ഒരു സ്ഥലത്ത് പോയി, നിങ്ങളും കൂട്ടി ഒരു സ്ഥലത്ത് പോയി, പിന്നെ അപ്പം നിങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. ഓ, എൻ്റെ അമ്മ എന്ത് ചെയ്തു, മക്കളൊക്കെ കൂട്ടിയിട്ട് എന്ത് ചെയ്യുന്നു, പോകുന്നുണ്ടല്ലോ, ഭയങ്കര സന്തോഷം, എനിക്ക് വേണ്ടി ഒരു ക്വാളിറ്റി ടൈം തന്നല്ലോ, അത് സന്തോഷം. ആ എക്സൈറ്റ്മെൻറ്റ് നിൽക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഒരു സ്ഥലത്ത് പോയപ്പോൾ മൂപ്പർക്ക് പ്രിയപ്പെട്ട കുറച്ച് ആളുകൾ എന്ത് ചെയ്യുന്നു അവിടെ ഉണ്ട്. അപ്പോൾ ശരിക്കും പോയെന്തിനാ വെച്ച് കഴിഞ്ഞാൽ അവരെ മീറ്റ് ചെയ്യാനാണ്. അങ്ങനെ ഉണ്ടല്ലോ, എനിക്ക് പെട്ടെന്നൊരു എക്സാമ്പിൾ പറയാം. അവർ മീറ്റ് ചെയ്യാനാണ് പോയത് ശരിക്ക്. അപ്പോൾ അത് നിങ്ങൾ അറിയുന്നതോടുകൂടി നിങ്ങളെ എക്സൈറ്റ്മെൻറ്റ് അല്ലേ ഒരു നല്ലൊരു ശതമാനം കുറയൂലേ? കുറയുമല്ലോ. ഞാൻ അങ്ങനെ ലൈഫിൽ ഏത് എക്സാമ്പിൾ നോക്കിയോ. പക്ഷെ നമ്മളുടെ ഇണകളും നമ്മൾ ഒരു ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു കണക്ട് ചെയ്തൊരു ബന്ധമാണ്. ഈവൻ മാതാപിതാക്കളാണെങ്കിൽ പോലും നമ്മളതിനെ കുറച്ച് കാണല്ലോ കേട്ടോ. പക്ഷെ അള്ളാഹുവിനെ കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് നമുക്ക് ജന്മം നൽകി ബാക്കി എല്ലാം തരുന്ന ആരാണ്? റബ്ബാണല്ലോ അല്ലേ? അപ്പോൾ ഇവരുടെ കാര്യത്തിലൊക്കെ ഒരു കുറവും പറ്റാൻ പാടില്ല. പക്ഷെ അള്ളാഹുവിൻ്റെ കാര്യത്തിലോ? അതുകൊണ്ട് കംപ്ലീറ്റ് സബ്മിഷൻ ഏത് കാര്യത്തിലും നമുക്ക് ഉണ്ടാവണം. നമ്മളടക്കൊന്ന് എന്ത് ചെയ്യണം? നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ. അള്ളാഹു നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണ്? നമ്മുടെ അമലുകൾ, നമ്മുടെ ഇബാദത്തുകൾ ഒക്കെ നമ്മൾ ആർക്ക് വേണ്ടി ചെയ്യുന്നത്? പടച്ചവന് വേണ്ടി മാത്രം ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടോ നമ്മൾ എന്ത് ചെയ്യണം? ഇടയ്ക്ക് പരിശോധിക്കണം. അത് എവിടെ ഉണ്ടാവുള്ളൂ? നാളെ പരലോകത്ത് നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഞാൻ അടുത്ത ആയത്തിലേക്ക് പോവാണ്. ഇയ്യാക നഅ്ബുദു, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇയ്യാക്കയാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ശരിക്കും അറബി ഭാഷയിൽ അള്ളാഹുവിന് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുമെന്ന് പറയാൻ വേണ്ടിയിട്ട് എന്താണ് നഅ്ബുദു, അതായത് നഅ്ബുദുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ ഞങ്ങൾ നിനക്ക് ഇബാദത്ത് ചെയ്യുന്നെന്ന് പറയാൻ അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ. പക്ഷെ ഇവിടെ പറഞ്ഞ ഫസ്റ്റ് ഇയ്യാക്ക, അത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറബികൾക്ക് അള്ളാഹുൽ ഭയങ്കര വിശ്വാസമായിരുന്നു. സൂറത്തുൽ ലുഖ്മാൻ അള്ളാഹു പറയുന്നുണ്ട്, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്ന അല്ലാഹ്. ഖുർആനിൽ ആവർത്തിച്ച് പറയാണത്. നമുക്ക് സൂറത്തുൽ ഇഖ്ലാസ് ഓടി കുറച്ച് ഡെപ്തിൽ മനസ്സിലാക്കാൻ തോന്നും. ആകാശമുള്ള സൃഷ്ടിച്ച് ആരാൻ ചോദിച്ചാൽ അവരെന്താ പറയാ? അള്ളാഹുവാണ്. അങ്ങനെ അള്ളാഹുൽ അടിയുറച്ച വിശ്വാസം അവർക്കുണ്ടായിരുന്നു. ആർക്ക്? അബൂലഹബിന് ഉണ്ടായിരുന്നു, ഉത്ബക്ക് ഉണ്ടായിരുന്നു, ഷെയ്ബക്ക് ഉണ്ടായിരുന്നു, അവർക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് സംഭവിച്ച അബദ്ധം എന്താ? അള്ളാഹുവിൻ്റെ കൂടെ മറ്റു പലതിനെയും പങ്കു ചേർത്തു. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്താൽ മാത്രം പോരാ, ഇയ്യാക്ക, അള്ളാഹുവിന് മാത്രം. പിന്നെ പറയുന്നത് എന്താ? ഇയ്യാക്ക നസ്തഈൻ, അള്ളാഹുവിനോട് സഹായം തേടണം അല്ലേ? നമ്മൾ ഹെൽപ്പ് തേടേണ്ട ആരോടാണ്? അള്ളാഹുവിനോടാണ്. അതുകൊണ്ട് ജീവിതത്തിൽ എന്നെ സഹായിക്കാൻ ആർക്ക് മാത്രമേ കഴിയുള്ളൂ? എൻ്റെ റബ്ബിന് മാത്രമേ കഴിയുള്ളൂ എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാവണം. ഇസ്തിആനത്ത്, സഹായം പൂർണ്ണം ആരോട് ചോദിക്കണം? അള്ളാഹുവിനോട്. ഇത് ചോദിക്കണം കേട്ടോ അല്ലേ? ദുആ നമ്മൾ പറഞ്ഞു, സഹായം, അർത്ഥന ആരോട് മാത്രമാണ്? അള്ളാഹുവിനോട്. ഇത് ചോദിക്കണം.
ചോദിക്കണം. എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹോപ്പ് ഉണ്ടാവണം. നമ്മൾ ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന നമ്മൾ പഠിച്ചല്ലോ, വല്ലതി അത്മഉ, അതായത് എനിക്ക് ഭയങ്കര ഹോപ്പാണ് എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തരും, അല്ലെ? യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ, സൂറത്ത് സജ്ദയിൽ പറയുന്നുണ്ട്. വിശ്വാസികൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എങ്ങനെയാണോ? ഒന്ന് ഭയഭക്തി ഉണ്ടാവും, പിന്നെന്താണ്? ഹോപ്പ് ഉണ്ടാവണം. ഈ നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ ദ്വാടെ ഒരു പ്രശ്നം എന്താണോ? ഹോപ്പ് ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടല്ലോ, പ്രതീക്ഷ അള്ളാഹുവിൽ സമർപ്പിച്ച്. ഏതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ടുപേര് മഴയ്ക്ക് വേണ്ടി നിസ്കരിക്കാൻ പോവാ. ഒരാൾ കൊടയെടുത്താ പോകുന്നത്, മറ്റേ കൊടയെടുക്കാതെ പോകുന്നത്. ഇതിൽ ആർക്കാ അള്ളാഹു ഹോപ്പുള്ളത്? ആർക്കാണ്? കൊട എടുത്തു പോകുന്ന ആൾക്ക്. എടുത്തു പോകുന്ന ആൾക്ക്. ഇങ്ങനെ അള്ളാഹുല് ഹോപ്പ് ഉണ്ടാവണം. അള്ളാഹിനെ ചോദിക്കുമ്പോഴേ ഈ അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നോ? ഈ നമുക്ക് നമ്മുടെ ഒരു മെയിൻ പ്രശ്നം, നമുക്ക് റബ്ബിനെ അറിയില്ല. അള്ളാഹുവിനെ അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ നമുക്ക് ലൈഫിൽ ഭയങ്കര ഭയങ്കര രസമായിരിക്കും ലൈഫ്. പിന്നെ നമ്മൾ ചോദിക്കുമ്പോൾ അള്ളാഹുവിനോട് ചോദിക്കുള്ളൂ. പക്ഷെ അള്ളാഹിനോട് ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഏതായാലും ചോദിക്കാം, കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, അല്ലേ? അതിങ്ങനെ നാട്ടിൽ ഇന്ന് KKPP എന്നൊക്കെ പറയും, അല്ലേ? കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. ആ ഒരു മൈൻഡ് സെറ്റിൽ ആളുകൾ ചോദിക്കാം. പക്ഷെ അള്ളാഹുവിൻ്റെ പ്രത്യേകത എന്താണോ? നിങ്ങൾ സൂറത്തുൽ ബഖറയിൽ നോമ്പിനെ കുറിച്ച് പറഞ്ഞ ഉടനെ ആയത്ത് പറയുന്നുണ്ടല്ലോ, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫൽയസ്തജീബൂ ലി, അല്ലേ? അള്ളാഹു പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. നോക്കണം കേട്ടോ, പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. അപ്പോൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും എന്ന് പറയുമ്പോൾ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു അർത്ഥം എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ വീട്ടിൽ ഒരാൾ ഒരു ദിവസം വൈകിട്ട് വീട്ടിലേക്ക് മടങ്ങി വരാഞ്ഞിരിക്കാം. ഈ പ്രത്യേകിച്ച് ഈ പേരക്കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ വല്യപ്പന്മാരൊക്കെ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ പേരക്കുട്ടികളുണ്ടെങ്കിൽ എങ്ങനെയാണ് മടങ്ങി വരിക? എങ്ങനെ വരിക? മുട്ടായി അവരെന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടാകും. എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടാവും, അല്ലേ? എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടാവും, മുട്ടായി കൊണ്ട് വരിക. പക്ഷെ വാങ്ങിച്ച് വീട്ടിൽ വരുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ പല ആളുകളും ചെയ്യുന്നത് വെച്ചാൽ, പിന്നെ അവരുടെ പോക്കറ്റിൽ മിഠായി ഉണ്ടാവും, കവറിൽ മിഠായി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒന്നുകിൽ സഞ്ചിൻ്റെ, അല്ലെ, ഈ കവറിൻ്റെ സൗണ്ട് ഉണ്ടാക്കും. ഇപ്പോൾ ലോലിപോപ്പിൻ്റെ ഒക്കെ സൗണ്ട്, ആ കവറിൻ്റെ സൗണ്ട് കേട്ടാൽ കുട്ടിയൊക്കെ മനസ്സിലാവും, അല്ലേ? അല്ലെങ്കിൽ പോക്കറ്റിലാണെങ്കിൽ പോക്കറ്റ് ഒന്ന് എന്ത് ചെയ്യും, ഒന്ന് ജസ്റ്റ് ഒരു സൗണ്ട് കുട്ടികൾ കേൾപ്പിക്കും. ഇപ്പോൾ കുട്ടികളിങ്ങനെ വലിയപ്പോൾ ആഗ്രഹിക്കുന്നതായിരിക്കുന്നോ, എൻ്റെ മക്കള് എന്നെ കാത്തിരിക്കണം, ഞാൻ വരുമ്പോൾ എന്ത് ചെയ്യണം, എൻ്റെ അടുത്തേക്ക് ഓടി വരണം, അല്ലേ? മിഠായിക്ക് വേണ്ടി ചോദിക്കണം. അപ്പോൾ വല്യപ്പ യഥാർത്ഥത്തിൽ ഈ സൗണ്ട് ഉണ്ടാക്കുന്നത്, വല്യപ്പ മിഠായി വാങ്ങിയത് അവർക്ക് വേണ്ടി മാത്രമാണ്. വല്യപ്പ കഴിക്കൊന്നുമില്ല, അല്ലേ? എന്നിരുന്നാലും എൻ്റെ മക്കൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ അടുത്തേക്ക് ഓടി വന്നു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു സന്തോഷമാണ്, അല്ലേ? വരുമ്പോൾ കൊടുക്കാൻ. അപ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകത എന്താണോ? അള്ള ഇങ്ങനെ കാത്തു വെച്ചിരിക്കുക, എന്തിന്? കൊടുക്കാനേ. അള്ള കൊടുക്കാൻ ഇങ്ങനെ കാത്തു വെച്ചിരിക്കുക. പക്ഷെ അള്ള ആഗ്രഹിക്കുന്ന ഒന്ന് മാത്രമാണെന്ത്? എൻ്റെ അബദുകൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു സന്തോഷമല്ലേ, അല്ലേ? എന്നിൽ പ്രതീക്ഷയോടെ എന്നോട് തേടിക്കഴിഞ്ഞാൽ അത് അള്ളാഹുവിന് ഭയങ്കര, അള്ളാഹു കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. അപ്പോൾ നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇങ്ങനെയൊക്കെ പറയാം, എത്ര കാലമായി ഞാൻ ചോദിക്കുന്നു, എനിക്ക് കിട്ടിയില്ല. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണോ? അള്ളാഹു ചിലപ്പോൾ തന്നില്ലെങ്കിൽ ഇതിനേക്കാൾ മികച്ചത് പിന്നെ തരും, അല്ലേ? ഈ മക്കളൊക്കെ ഈ ചില സമയത്ത് ഐഫോൺ ചോദിക്കും, ബൈക്ക് ചോദിക്കും, മുമ്പിപ്പം കൊടുക്കൂല. എന്തിനാ? പിന്നോൾക്ക് മനസ്സിലാവുന്നത്, അതന്ന് തരായത് നന്നായിട്ടോ, എൻ്റെ നന്മ ആഗ്രഹിച്ചിട്ടാ. നാളെ പരലോകത്തെത്തുമ്പോൾ വിശ്വാസികൾക്ക് ചിലപ്പോൾ തോന്നും അത്രേ, എന്ത് പഠിച്ചോനെ, ഈ ചില ദുആകൾക്ക് ദുനിയാവിൽ പ്രതിഫലം കിട്ടാതിരിക്കുന്നതായിരുന്നു നല്ലത്. കാരണം ചോദിച്ചതിന് അള്ളാഹു ദുനിയാവിൽ കൊടുക്കാതിരുന്നപ്പോൾ പരലോകത്ത് കൊടുത്തത് കാണുമ്പോഴേ അങ്ങനെ തോന്നിപ്പോവും, ദുനിയാവിൽ കിട്ടാതിരുന്നാൽ മതിയായിരുന്നു. പക്ഷെ നമ്മൾ നിരന്തരം അള്ളാഹുവിനോട് എന്ത് ചെയ്യണം? ഇസ്തആന. ആ ചോദ്യം അള്ളാഹുവിനോട് മാത്രമായിരിക്കണം. അപ്പോൾ നമ്മൾ ചോദിക്കും, ചില ആളുകൾ അള്ളാഹു അല്ലാത്ത ആളുകളോട് തേടുന്നുണ്ടല്ലോ, അല്ലേ? സൂറത്ത് സുമറിൽ അതിന് ഉത്തരമുണ്ട് കേട്ടോ. സൂറത്ത് സുമറിൽ ഇബാദത്തിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു പറയുന്നുണ്ട്, വല്ലദീന ഇത്തഖദു മിൻ ദൂനിഹി ഔലിയാഅ മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ. അള്ളാഹുവിനല്ലാതെ വലിയകൾ സ്വീകരിക്കുന്ന ആളുകൾ നിങ്ങൾ ചോദിച്ചു നോക്ക്, നിങ്ങൾ എന്തിനാണ് അവിടെ പോകുന്നത്? നിങ്ങളെന്തിനാ ഇവിടെ പോകുന്നത്? നിങ്ങളെന്തിനാ അള്ളാഹു അല്ലാത്തവരോട് തേടുന്നത്? അപ്പോൾ അവർ പറയുന്നതാണോ, ഞങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്നില്ല കേട്ടോ,
ഞങ്ങൾ പാവങ്ങളാണല്ലോ, അതുകൊണ്ട് അവർ മഹാന്മാരായതുകൊണ്ട് അവർ മുഖേന അള്ളാഹുലേക്ക് കണക്ട് ചെയ്യാണ്. ഒരു മീഡിയേറ്റർ അങ്ങനെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു ഇടനിലക്കാരൻ. ഞങ്ങൾ അത്രമാത്രം ഒരു IAS ഓഫീസർക്ക് ആണെങ്കിൽ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ടാവും, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഇതുപോലെ ഞങ്ങൾ അവർ ത്രൂ അള്ളാഹുലേക്ക് കണക്ട് ചെയ്യാണ്. അപ്പം അള്ളാഹു പഠിപ്പിക്കുന്നത് എന്താ? അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താണ്? അതിൻ്റെ കാരണം എന്താ അറിയോ? അള്ളാഹു ഖുറാനിൽ പറഞ്ഞില്ല, ഈ പ്രയോഗം കൂടി പറഞ്ഞ് നെക്സ്റ്റ് ആയതിലേക്ക് പോവാം. അള്ളാഹു ഖുറാനിൽ പറഞ്ഞെന്താണോ? നിങ്ങൾ ഖുറാനിലെ സൂറത്തുൽ ബഖറയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല കാര്യങ്ങൾക്ക് ഉത്തരം പറയും. എങ്ങനെയാണോ? യസ്അലൂനക, അവർ നിന്നോട് ചോദിക്കുന്നു, അല്ലേ? അങ്ങ് കേട്ടില്ലേ? യസ്അലൂനക അനിൽ യതാമ, യസ്അലൂനക അനിൽ മഹീദ്, യസ്അലൂനക മദാ യുൻഫിഖൂൻ. അവർ ചോദിക്കുന്നു. ഈ സ്ഥലത്തൊക്കെ അള്ളാഹു പറയുന്നത് കുൽ, നീ പറഞ്ഞു കൊടുക്കുക എന്നാ പറയുന്നത്. നീ പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെയാട്ടോ കാര്യങ്ങൾ. പക്ഷേ വൈദാ സഅലക ഇബാദി അന്നി, എന്നെ കുറിച്ച് ചോദിച്ചാലോ നീ പറഞ്ഞു കൊടുക്കണ്ട. ഫഇന്നി ഖരീബ്, അവരുടെ ചാരത്ത് ആരുണ്ട്? ഞാനുണ്ട്. മനസ്സിലായോ? എന്നെ കുറിച്ച് ചോദിച്ചാൽ അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണ്ട. കാരണം താങ്കളേക്കാൾ അവരുടെ ചാരത്ത് ആരുണ്ട്? ഞാനുണ്ടല്ലോ. ശരിയാണല്ലോ? പുതാമനാൽ നിങ്ങളെ മക്കൾക്ക് എന്തോ ആവശ്യമുണ്ട്. ഇപ്പോൾ സ്കൂളിൽ നിന്ന് ടീച്ചർ കാണാൻ വിളിക്കുന്നത്, എന്ത് ദേ അവനെ ചെരുപ്പ് അല്ലെങ്കിൽ ബാഗ് അങ്ങനെ എന്തോ ഒരു ആവശ്യം കേട്ടോ, ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ, നിങ്ങളൊന്ന് വാങ്ങിക്കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതാ? നിങ്ങൾക്ക് ഭയങ്കര വിഷമാവില്ല അല്ലേ? എന്തിനാ എൻ്റെ മോന് ടീച്ചറോടൊക്കെ പറയുന്നത്, എന്നോട് നേരിട്ട് പറഞ്ഞാൽ പോരായിരുന്നോ എന്നൊരു ഫീലിംഗ് ഉണ്ടാവില്ലല്ലോ അല്ലേ? ഇതുപോലെ അള്ളാഹു പറയുകയാണെന്ത്, എന്തിനാണ് അള്ളാഹുവിൻ്റെ ഹബീബിനോട് ചോദിക്കുക, എന്തിനാ നിങ്ങളോട് ചോദിക്കുന്നത്? എന്നെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ ചാരത്ത് തന്നെ ഇല്ലേ. ഈ ഒരു ഫീലിംഗ് അല്ല, ഈ ഒരു തിരിച്ചറിവ് നമുക്ക് റബ്ബിനെ കുറിച്ച് ഉണ്ടാവുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്കുള്ള സ്ഥാനം എന്താണോ അറിയോ? നമ്മുടെ മനസ്സിൽ റബ്ബിന് എന്താ സ്ഥാനം, ആ സ്ഥാനം അള്ളാഹിൻ്റെ അടുക്കൽ ആർക്കുണ്ടാവുക? നമുക്കുണ്ടാവുക. നമ്മുടെ മനസ്സിൽ റബ്ബിന് എന്താണോ സ്ഥാനം, ആ സ്ഥാനമാണ് തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്കുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തിരിച്ചറിയണം. അടുത്ത ആഴ്ചയിൽ പറയാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. നമ്മുടെ ഏറ്റവും വലിയ നീഡ് എന്താ? അതാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. അതെ, പടച്ചവനെ നീ നേരായ മാർഗത്തിൽ നയിക്കണമേ. ഒന്ന് ഇതിൻ്റെ ട്രാൻസ്ലേഷൻ വായിക്കോ. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. Guide us to the straight path. ഓക്കെ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലിൻ. ആ പാത്ത് ഏതാണ്? വായിച്ചോ. The path of those you have blessed, those who incur no anger and who have not gone astray. ഓക്കെ, അള്ളാഹു പഠിപ്പിക്കുന്ന ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ നീഡ് എന്താ? ഇഹ്ദിന, പടച്ചവനെ ഞങ്ങളെ നയിക്കണമേ, സിറാത്തുൽ മുസ്തഖീം, സ്ട്രെയിറ്റ് പാത്തിലേക്ക് നയിക്കണം. അപ്പോൾ ഇഹ്ദിന, ഗൈഡ് അസ്, സിറാത്ത് പാത്ത് അല്ലെങ്കിൽ വഴി. അള്ളാഹു ഇഹ്ദിന വെച്ചാൽ ഹദാ യഹ്ദി, ഞങ്ങളെ നയിക്കണമേ വഴിയിലേക്ക്, അൽ മുസ്തഖീം, ശരിയായ വഴി. ആ വഴിയുടെ പ്രത്യേകത എന്താ? സിറാത്ത്, ആ വഴി, അല്ലദീന, ഒരു കൂട്ടം ആളുകളുടെ വഴിയാണ്, അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം അല്ലേ? ഗൈർ അല്ല, അൽ മഗ്ലൂബ്, കോപത്തിൻ്റെ ആളുകളുടെ വഴിയല്ല, അലൈഹിം, അവരുടെ മേൽ, വലദ്ദാലീൻ അല്ലേ, വഴി പിഴച്ച ആളുകളുടെയും വഴിയല്ല. വാക്ക് നോക്കണേ. സിറാത്ത് എന്താ അർത്ഥം? ആർക്കും പറയാം? മാർഗം അല്ലേ? നിഅമ, അനുഗ്രഹം, ബ്ലെസ്സിങ് അല്ലേ? അനുഗ്രഹം. അൻഅമ, അതൊരു നിഅമത്ത്, അനുഗ്രഹം. അൻഅമ വെച്ചാൽ അതിൻ്റെ വേർഡാണ് അല്ലേ? അനുഗ്രഹിച്ചു അല്ലേ? ഗളിബ, യഗ്ലബു, കോപിക്കുക അല്ലേ? ലല്ല, വഴിപിഴക്കുക. അപ്പോൾ ഇതാണ് അർത്ഥം അല്ലേ? ഓക്കെ, ഗളിബ എന്നാണ് വഴിപിഴക്കുക. അപ്പോൾ അള്ളാഹു പഠിപ്പിക്കുന്നത് വെച്ചാൽ പിന്നെ സിറാത്തുൽ ലദീന അൻഅംത. അപ്പോൾ നമ്മളെ ഏറ്റവും വലിയ നീഡ് എന്താണോ? ശരിക്കും അങ്ങനെ തന്നെ കേട്ടോ. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. പടച്ചവൻ, എൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് വെച്ചാൽ ഹിദായത്ത്. ശരിക്കും അതാണ് കേട്ടോ, ഹിദായത്താണ്. നമ്മൾ ഹിദായത്തിലേക്ക് ഒരാൾ എത്തിക്കഴിഞ്ഞാണ്ടല്ലോ, അള്ളാഹുവിൻ്റെ അബ്ദുകളായി മാറിയാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷ്കർഷിച്ച വഴിയിൽ എത്തിക്കഴിഞ്ഞാൽ അതിനേക്കാൾ മഹത്തരമായി ലോകത്തൊന്നുമില്ല എന്ന് ഒരാൾ എന്ത് ചെയ്യും? തിരിച്ചറിയും അല്ലേ? അൻഅംത, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലിൻ. അപ്പോൾ ഹിദായത്ത്,
ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് ഹിദായത്ത് എവിടുന്നാ കിട്ടുക? അള്ളാഹുൽ നിന്നാണ്. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിൻ അല്ലാഹു യഹ്ദീ മൻ യശാ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളൊന്നും ഹിദായത്തിലാക്കാൻ കഴിയില്ല. ഹിദായത്ത് കൊടുക്കുന്ന ആരാണ്? അള്ളാഹു ആണ്, അല്ലേ? അള്ളാഹു യുദില്ലു മൻ യശാ വയഹ്ദീ മൻ യശാ. അതായത് അള്ളാഹു ആണ് ഹിദായത്ത് കൊടുക്കുന്ന, അള്ളാഹുവിൻ്റെ ദലാലത്തിലാക്കുന്നത്. ഇതിൽ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ അള്ളാഹു എന്ത് ചെയ്യൂല, ഒരാളെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ഓൻ ദലാലത്തിലാണ് അവൻ ഹിദായത്തിലാണെന്നല്ല. നമ്മൾക്ക് അള്ളാഹു 2 ഓപ്ഷൻ നമുക്ക് തരും. അതിൽ നമുക്ക് അള്ളാഹു തന്നാലോ, ഞാൻ ചോദിക്കുന്ന ഒരാളെ പിടിച്ച് അള്ളാഹു ഹിദായത്ത് കൊണ്ടുവരുന്നുള്ളത് ശരിയാണോ? അല്ലല്ലോ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അള്ളാഹു എന്ന ഫ്രീഡം ഓഫ് ചോയ്സ് ആണ്, അല്ലേ? ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാനുള്ള റൈറ്റ് അള്ളാഹു നമുക്ക് തന്നു. എന്നിട്ട് അള്ളാഹു എന്താ ചെയ്യുന്നത്? ഒരാളെ പിടിച്ച് നീ ഹിദായത്തിൻ്റെ വഴി തന്നെ നിൽക്കണം എന്ന് പറഞ്ഞാൽ ആ ഫ്രീഡം ഓഫ് ചോയ്സിൽ ഇടപെടലല്ലേ, അല്ലേ? അപ്പോൾ അള്ളാഹു നമുക്ക് 2 അവസരം നൽകും. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഏത് വേണമെന്ന്, അല്ലേ? നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ അത് സിമ്പിളായി മനസ്സിലാക്കണമെങ്കിൽ, ഇപ്പോൾ മക്കൾ വിദ്യാഭ്യാസ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ പറയുകയാണെന്ത്, ഇപ്പോൾ പറയണ്ടാവും നിൻ്റെ കരിയറിൻ്റെ കാര്യത്തിൽ നിനക്ക് ഇഷ്ടം ഏതാണോ അത് നീ തീരുമാനിച്ചോ. ചിലപ്പോൾ പറയുന്നത് എൻ്റെ ആഗ്രഹം ഇങ്ങനെയൊക്കെയാണ്, അങ്ങനെ ചില രക്ഷിതാക്കൾ പറയുന്നുണ്ട്. എനിക്ക് ഇതാണ് ഇഷ്ടം, പക്ഷേ നിനക്ക് തീരുമാനിക്കാം. അപ്പോൾ വേറെ രക്ഷിതാവ് പറയുകയാണെന്ത്, നീ ഇതിൽ മാത്രം പോയാൽ മതി. ഇതിലേത് ആൾക്ക് ഇഷ്ടപ്പെടുക? ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ? ഏത് വർത്താൻ ആൾക്ക് ഇഷ്ടപ്പെടുക കൂടുതൽ? ആദ്യത്തേത്, അല്ലേ? ഇതുപോലെ അള്ളാഹു എന്ത് ചെയ്യുന്നു? അള്ളാഹു നമ്മോട് ഒരു അനീതിയും ചെയ്യുന്നില്ല. ഒരിക്കലും നമുക്ക് അള്ളാഹിനെ കുറിച്ച് ഒരു തെറ്റായൊരു ചിന്ത ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു നമ്മളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു, പക്ഷെ അള്ളാഹു നമുക്ക് ഫ്രീഡം ഓഫ് ചോയ്സ് തന്നു. അതിൽ നമ്മൾ ഏത് തിരഞ്ഞെടുക്കുന്നോ അതനുസരിച്ച് അള്ളാഹു നമ്മൾ എന്ത് ചെയ്യുന്നു? ആ വഴിയിലേക്ക് അള്ളാഹു എന്ത് ചെയ്യുന്നു? എളുപ്പമാക്കുന്നു, അല്ലേ? വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. എൻ്റെ മാർഗത്തിൽ വന്നാൽ അള്ളാഹു വഴി എളുപ്പമാക്കും. ഓക്കെ, അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനോട് ഹിദായത്തിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഈ ഹിദായത്തിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഹിദായത്തിൻ്റെ മഹത്വം, ആ ഹിദായത്തിൻ്റെ വഴിയാണ് ഏറ്റവും ഉത്കൃഷ്ടമെന്ന ബോധ്യം നമുക്ക് ഉണ്ടാവണം. അപ്പോൾ അതിൽ ഒരു എക്സാമ്പിൾ പറയാം. ഖുർആനിൽ ഉലുൽ അൽബാബ് മറ്റൊരു സ്ഥലത്ത് പ്രയോഗിച്ചതാണ്. സൂറത്ത് സുമറിൽ അള്ളാഹു ഉലുൽ അൽബാബിൻ്റെ മറ്റൊരു വ്യാഖ്യാനം നൽകുന്നുണ്ട്. എന്താണെന്നറിയോ? അതായത് ഉലുൽ അൽബാബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു പറയുന്നത് അല്ലദീന യസ്തമിഊനൽ ഖൗല. സുമറിൽ 17-ാമത്തെ ആയത്ത് മുതൽ അള്ളാഹു പറയുന്ന പ്രയോഗം നോക്കണം കേട്ടോ. അതായത് താഗൂത്തിന് ഇബാദത്തിൽ നിന്ന് മാറിക്കൊണ്ട് അള്ളാഹുവിലേക്ക് മാത്രം അടുക്കുന്ന ആളുകൾ, ലഹുമുൽ ബുഷ്റ, അവർക്ക് സന്തോഷം, ഫബശ്ശിർ ഇബാദ്, എൻ്റെ അബ്ദുകൾ നീ സന്തോഷ വാർത്ത അറിയിക്കുക. ആരാണ് അള്ളാഹിൻ്റെ അബ്ദുകൾ? നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ വ്യാഖ്യാനം കൂടി കേട്ടോ. അള്ളാഹിൻ്റെ അബ്ദ് ആരാണ്? അല്ലദീന യസ്തമിഊനൽ ഖൗൽ. അവർ പലതും കേൾക്കും, പഠിക്കും, പക്ഷെ പ്രത്യേകത എന്താണോ? ഫയത്തബിഊന അഹ്സന. ഇപ്പം നമ്മളിപ്പോൾ ഇന്നത്തെ ഈ 3 ക്ലാസ് തന്നെ കുറേ സംഗതി പഠിച്ചു, പക്ഷേ അതിൽ ആക്ഷൻ എടുക്കാൻ തയ്യാറില്ല ആരാ? ഇത്തിബാ എന്ന് ചോദിച്ചാൽ എന്താണ്? പിന്തുടരുക, ആക്ഷൻ എടുക്കുക, അല്ലേ? ആക്ഷൻ എടുക്കുക. ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ്. അങ്ങനെ ആക്ഷൻ എടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അവർ അള്ളാഹു എന്ത് ചെയ്യും? ഹിദായത്തിൽ എത്തിക്കും. ഉലൈകഹും ഉലുൽ അൽബാബ്. അവരാണ് ജീനിയസ് ആളുകൾ എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. ഉലൈകഹും ഉൽ അൽബാബ്. അവിടെ ജീനിയസ് ആളുകൾ മറ്റൊരു ഡെഫിനിഷൻ പറയാണ്. അത് പ്രധാനമാണല്ലോ, അല്ലേ? ചില ആളുകളുണ്ട് കേട്ടോ, കുറേ ട്രെയിനിങ്ങിന് പോകും, പൈസയും കൊടുത്ത് ട്രെയിനിങ്ങിന് പോകും, മടങ്ങി വരും. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, അല്ലേ? എന്താ പഠിപ്പിച്ചത്? എന്താണ്? ഒരു 5 AM നിങ്ങൾ രാവിലെ നേരത്തെ എണീക്കണം, വർക്കൗട്ട് ചെയ്യണം. ഇപ്പോൾ റോബിൻ ശർമ്മ പറയും, എന്താ പറയുക, നിങ്ങൾ 5 AM ക്ലബ്ബ്, മോർണിംഗ് എണീറ്റ് 20 മിനിറ്റ്സ് ഫോർ എക്സസൈസ്, 20 മിനിറ്റ്സ് ഫോർ എന്താ പറയുക പ്ലാനിങ്, 20 മിനിറ്റ്സ് ഫോർ എന്താ ലേണിംഗ്. ഇങ്ങനെ കുറേ തിയറികൾ പഠിക്കും. ചിലപ്പോൾ ഒരു ദിവസം ഉണ്ടാവും, പിന്നെ അടുത്ത ട്രെയിനിങ്ങിന് പോകും. നോ ആക്ഷൻ. അവർക്ക് ലൈഫിൽ വല്ല റിസൾട്ട് ഉണ്ടാവോ? എൻ്റെ അവർ പറയുകയാണെന്ത്, ഞാൻ എത്രയോ ട്രെയിനിങ്ങിന് പോയിട്ട് എനിക്കൊരു മാറ്റമില്ല, ഈ ട്രെയിനിങ് കൊണ്ട് ഒരു കാര്യമില്ല കേട്ടോ എന്ന് പറയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ട്രെയിനിങ്ങിൻ്റെ കുഴപ്പമാണോ ഈ മനുഷ്യൻ്റെ കുഴപ്പമാണോ? ആരുടെ കുഴപ്പമാണ്? ഇതുപോലെ ദീൻ്റെ കാര്യം അള്ളാഹു പറയുന്നത്, നിങ്ങൾ ആക്ഷൻ എടുത്തു നോക്ക്. നിങ്ങൾക്ക് ഹിദായത്തിൻ്റെ വഴി, ആ വഴിയിലേക്ക് അള്ളാഹു നിങ്ങളെ കൈപിടിച്ച് കൊണ്ടുപോകും. പക്ഷെ നിങ്ങളെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആക്ഷൻ എടുക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഹിദായത്ത് നമുക്ക് കിട്ടും. അല്ല അള്ളാഹു ഒരാളെ എന്ത് ചെയ്യൂല, അള്ളാഹു ഡയറക്റ്റ് അങ്ങനെ ദലാലത്തിലേക്ക് കൊണ്ടുപോകില്ല. ആ വഴി ആരാണ്? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം. അള്ളാഹു അനുഗ്രഹിച്ച ആളുകളുടെ വഴി, അല്ലേ? അള്ളാഹു അനുഗ്രഹിച്ച ആളുകളുടെ വഴി. നമ്മൾ സൂറത്തു നിസായിൽ
69-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ഒമയുത്ത് അല്ലാഹ വർ റസൂൽ, അള്ളാഹുവിൻ്റെ റസൂൽ അനുസരിക്കുന്ന ആളുകൾ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അവരാരുടെ കൂടെയാണ്? അള്ളാഹു അനുഗ്രഹിച്ച ആളുകൾ ആരാണ്? പ്രവാചകന്മാർ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ. ഇങ്ങനെയുള്ള വഹസ്സുന ഉലൈക റഫീഖ. അങ്ങനെ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുടെ വഴി, അള്ളാഹു എനിക്ക് വേണ്ടെന്നാണ്, നീ അനുഗ്രഹിച്ചവരുടെ വഴിയാണ്. അവിടെയും നമ്മൾ പ്രത്യേക കണ്ടീഷൻ വെക്കുന്നില്ല കേട്ടോ, നീ അനുഗ്രഹിച്ച ആളുകളുടെ വഴി. പിന്നെ പറയുന്നത് എന്താ? ഗൈരിൽ മഗ്ലൂബി അലൈഹിം. ചരിത്രത്തിൽ എത്രയോ ആളുകൾ നിന്റെ കോപത്തിനിരയായിട്ടുണ്ട്. ഇവിടെ സവിശേഷമായിട്ട് യഹൂദികളെ കുറിച്ച് പറയും മഗ്ലൂബ് എന്ന് പറയുമ്പോൾ. അങ്ങനെയുള്ള പല ആളുകളുണ്ട് കേട്ടോ. എന്നാൽ അവരുടെ പ്രത്യേകത, അവർക്ക് വേദഗ്രന്ഥം കൊടുത്തു, ഈ സന്ദേശം കൊടുത്തു, അവരതിനെ പിൻപറ്റിയില്ല. അല്ലേ? അവരതിനെ പിൻപറ്റിയില്ല. ഖുർആൻ പഠിപ്പിക്കുന്നത് എന്താ? ദുരിബത അലൈഹിമുദ്ദില്ല വൽ മസ്കന ഫബാഉ ബിഗളബിൻ മിനല്ലാഹ്. അവർ നിന്ദിതരും അപമാനിതരുമാക്കി അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഇരയായി തീർന്നു. എന്താ കാരണം? നമ്മളെ പോലെ തന്നെ കേട്ടോ. ഞാൻ എന്നെക്കുറിച്ച് പറയാണ്, ഖുർആൻ പഠിക്കുന്നു, പഠിപ്പിക്കുന്നു, പക്ഷെ ലൈഫിലില്ല, ജീവിതത്തിൽ കാണാനില്ല. ഉറപ്പായിട്ട് അള്ളാഹുവിൻ്റെ കോപം കിട്ടൂലേ? അല്ലേ? ഇപ്പോൾ നമ്മൾ ആലോചിക്കണം. വലദ്ദാലീൻ, പിന്നെ വഴിപേച്ച പോയ ആളുകൾ. ഈ സന്ദേശം കിട്ടി, അത് എന്താണ്? നസാറാക്കളെ കുറിച്ചാണ് പറയുന്ന ഒരു വ്യാഖ്യാനം. നസാറാക്കളും അതുപോലുള്ള ആളുകളും ഈ വഴിയിലേക്ക് എത്തിപ്പെടാൻ അള്ളാഹു അവസരം നൽകി. പക്ഷേ ഈ വഴിയല്ലാതെ മറ്റു വഴികളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. അല്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാനത് അവസാനം കുറച്ച് സംശയത്തായി പറഞ്ഞാണ്. പക്ഷേ നമുക്ക് പിന്നീട് മറ്റ് സൂറകൾ പഠിക്കുമ്പോൾ കുറച്ചും കൂടി വിശദമായിട്ട് കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് അള്ളാഹുവിനോടുള്ള ഏറ്റവും വലിയ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അള്ളാഹു എനിക്ക് ഹിദായത്ത് തരണേ. അല്ലേ? ആ ഹിദായത്ത് കിട്ടിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ എല്ലാം നമുക്ക് ലഭിക്കും. അല്ലേ? എല്ലാം നമുക്ക് ലഭിക്കും. ആ ഹിദായത്തിൻ്റെ വഴിയാണ് ഏറ്റവും ഉത്കൃഷ്ടമെന്ന ബോധ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. ആ ഹിദായത്തിൻ്റെ വഴിയിലൂടെ ഒരാൾ ജീവിച്ചു കഴിഞ്ഞാൽ അവന് ജീവിതത്തിൻ്റെ എല്ലാ അനുഗ്രഹവും ഏതെന്ന് വെച്ചാൽ, അങ്ങനെ അള്ളാഹുവിനോട് ചോദിക്കേണ്ട ഒരു എക്സാമ്പിൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾ ഈ തകഴിയുടെ ചെമ്മീൻ കണ്ടിട്ടുണ്ട്? തകഴിയുടെ ചെമ്മീൻ വായിച്ചാരമുണ്ടോ? ആ, അതിൽ പളനി മരിക്കുന്ന ഒരു രംഗമുണ്ട്. പളനി മുങ്ങി മരിക്കുന്ന രംഗമുണ്ട്. ആ രംഗം വായിച്ചു കഴിഞ്ഞാൽ ഖുറാനിലൊരു ആയത്തുണ്ട്, നിങ്ങൾ അള്ളാഹുവിൻ്റെ അബ്ദുകളാണ് അള്ളാഹു പഠിപ്പിക്കുന്ന ഫഅബ്ദുല്ലാഹ മുഖ്ലിസ് ലഹുദ്ദീൻ. ഇതിനുള്ള വ്യാഖ്യാനം എനിക്ക് തോന്നിയത് അത് നല്ലൊരു എക്സാമ്പിളാണ്. കാരണം ഖുറാൻ പഠിപ്പിക്കുന്നുണ്ട്, വൈദാ ഗശിയഹും മൗജുൻ കല്ലുലൽ ദഅവുല്ലാഹു മുഖ്ലിസീന ലഹുദ്ദീൻ. അങ്ങനെ മരണം മുമ്പിൽ വരുമ്പോൾ ഒരു മനുഷ്യൻ എന്ത് ചെയ്യും? പടച്ചവനെ മാത്രമേ വിളിക്കുള്ളൂ. ഫിറോൻ പോലും കടൽ അങ്ങനെ വിളിച്ചല്ലോ. അല്ലേ? ആ കടലിൽ പോയാൽക്ക് അത് മനസ്സിലാവുള്ളൂ കേട്ടോ. കടലിൽ അങ്ങനെ കപ്പലിൽ പോയാൽ മനസ്സിലാവില്ല, തോണിയിലൊക്കെ പോകണം, ബോട്ടിലൊക്കെ പോകണം, അപ്പോൾ ശരിക്കും മനസ്സിലാവും. അതെന്ന് പറഞ്ഞാൽ അത്തരം രംഗങ്ങൾ പടച്ചവന് മാത്രമേ മനുഷ്യന് ഓർക്കുള്ളൂ. ഞാൻ പളനിയുടെ എക്സാമ്പിൾ പറയാൻ കാരണം, ഇതുപോലെ അള്ളാഹുവിന് പൂർണ്ണമായിട്ട്, അല്ലേ, നിഷ്കളങ്കമായി ഇബാദത്ത് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവനെ, ഞങ്ങൾ കുറേ കാര്യം അല്ലേ പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അതൊക്കെ ഉൾക്കൊണ്ട് ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണേ. ഓക്കെ, ഇന്ന് ക്വസ്റ്റ്യൻ്റെ ചോദിക്കാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? പിന്നെ ബാക്കി കാര്യങ്ങൾ വിശദമായിട്ട് നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക. പറയുന്ന ആയത്തുകൾ എന്ത് ചെയ്യുക? ഞാൻ പറഞ്ഞ പോലെ റെഫർ ചെയ്യാം. ഇന്ന് ക്വസ്റ്റ്യൻ ഉണ്ടോ? ഓക്കെ, എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പറയാനുണ്ടോ? ആ നിർദ്ദേശങ്ങൾ എന്തുകൊണ്ട് അത് കേട്ടിട്ടേ പോകട്ടോ. കഴിഞ്ഞ ആഴ്ച എന്തോ നിർദ്ദേശം കൊടുത്തില്ല. ആരാണ്? സാലിഹത്ത് ആരാ കൊടുത്തത്? എനിക്ക് നന്ന് കുറച്ചാൾ ലീവ് ചെയ്ത് തോന്നുന്നു, എനിക്ക് തോന്നുന്നത്. കേട്ടില്ല. സൗണ്ട് കുറവാ സഫീദ. എന്താ പറഞ്ഞു? അപ്പോൾ കുഴപ്പമില്ല. പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ. അങ്ങനെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഇൻഷാ അല്ലാ. ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ദുആയാണ് ഏറ്റവും പ്രധാനം. ഇൻഷാ അല്ലാ, പടച്ചോന് ഇപ്പം നമുക്ക് ഇങ്ങനൊരു അവസരം അള്ളാഹു നൽകിയ കേട്ടോ. അതുകൊണ്ട് അള്ളാഹു നമ്മൾ സ്തുതിക്കണം. ഖുർആൻ്റെ വഴിയിലേക്ക് നമുക്ക് എന്തെങ്കിലും പടച്ചോൻ അറിയാനുള്ള അവസരം നൽകിയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ
അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ഖുർആൻ പഠിക്കാൻ, മനസ്സിലാക്കാൻ, ഉൾക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചോനെ, ഞങ്ങൾക്ക് ജീവിതത്തിൽ വേറെ സ്വപ്നമൊന്നുമില്ല. ഞങ്ങളെ ജന്മവും ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം തീരുമാനിച്ച നീ മാത്രമാണ്. ഞങ്ങൾക്ക് ഒരു റോളും ഇല്ല, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പോലും. പടച്ചവനെ, എന്തിനാണോ ഞങ്ങൾ സൃഷ്ടിച്ചത് ആ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കി ആ വഴിയിൽ സഞ്ചരിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണേ നാഥ. പടച്ചവനെ, നിന്റെ അബുദുകളെ ആളുകൾക്ക് നീ വാഗ്ദാനം ചെയ്യുന്ന സുന്ദരമായ ജീവിതം അള്ളാഹു ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ നാഥ. പടച്ചവനെ, നിന്നെ അറിയാൻ, നിന്നെ മനസ്സിലാക്കാൻ, അള്ളാഹുവെ നിനക്ക് സമർപ്പിതരായി ജീവിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണേ നാഥ. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം നിനക്ക് സമർപ്പിച്ച ആളുകൾക്കാണ്, പ്രത്യേകിച്ച് ഖുർആൻ്റെ അഹ്ലുകാർക്കാണ്, ഖുർആനിൻ്റെ തണലിൽ ജീവിക്കുന്ന ആളുകൾക്കാണ്. പടച്ചോനെ, അത്തരം ആളുകൾ നിങ്ങൾ ഉൾപ്പെടുത്തണേ നാഥ. പടച്ചോനെ, ഞങ്ങളുടെ അമലുകളിൽ പലപ്പോഴും ഇഖ്ലാസിൻ്റെ കുറവുണ്ടാവും. എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അള്ളാഹു നീ പരിഹരിച്ചു തരണേ നാഥ. നീ റഹ്മാനാണ്, റഹീമാണ്, ആ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാ അമലുകളും നീ സ്വീകരിക്കണേ നാഥ. പടച്ചോനെ, ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ മക്കൾ, ഇണകൾ, മാതാപിതാക്കൾ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ നാഥ. പടച്ചോനെ, ദുനിയാവിൽ വല്ലാതെ തന്നില്ലെങ്കിലും നാളെ പരലോകത്ത് ഫിർദൗസ് ഞങ്ങൾക്ക് നിഷേധിക്കല്ലേ നാഥ. അള്ളാഹു, ഞങ്ങൾ സ്വപ്നം കാണുന്ന ഞങ്ങളുടെ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരുമിക്കാൻ നിങ്ങൾ അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غل الذين آمنوا ربنا إنك رؤوف رحيم. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم. പടച്ചോനെ, സവിശേഷമായിട്ട് ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ ഫലസ്തീനിൽ അല്ലേ 500ഓളം പിഞ്ചു കുഞ്ഞുങ്ങളാണ് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ മരിച്ചെന്ന് പറയുന്നത്. അള്ളാഹുവെ, അവർക്ക് വിജയം നൽകി അനുഗ്രഹിക്കണമേ. തിന്മയുടെ ശക്തികളെ നീ പരാജയപ്പെടുത്തണമേ. അള്ളാഹുവെ, അവരെയും ഞങ്ങളെയും നിന്റെ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ: സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.